തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു രമ്യ കൃഷ്ണൻ. തെലുഗുവിലും തമിഴിലും മലയാളത്തിലും അഭിനയിച്ച നടിക്ക് തെന്നിന്ത്യ മുഴുവൻ ആരാധകരുണ്ട്. രമ്യ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പടയപ്പയിലെ നീലാംബരി എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ്. കരിയറിൽ നായികയായി വേഷമിടുന്ന കാലത്ത് തന്നെയാണ് രമ്യ രജനീകാന്തിനെതിരെ അത്രയും ശക്തമായ ക്യാരക്ടർ ചെയ്തത്. നിരവധി ഷെയ്ഡുകളിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത നടി ഇന്ന് വളരെ സെലക്റ്റീവായാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അടുത്തിടെ വന്ന സിനിമകളിൽ രമ്യയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്ത ചിത്രം ബാഹുബലിയാണ്. ചിത്രത്തിലെ ശിവകാമി ദേവി എന്ന വളരെ ബോൾഡായ കഥാപാത്രത്തെ ഇന്നും ആളുകൾ മനസ്സിലേറ്റിയാണ് നടക്കുന്നത്. അതേസമയം രമ്യയുടെ കരിയർ അത്ര സുഗമമായ പാതയിലൂടെ ആയിരുന്നില്ല പോയിരുന്നത്. കരിയറിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരുപോലെ നേരിട്ട നടി കൂടിയാണ് രമ്യ കൃഷ്ണൻ. നേരം പുലരുമ്പോൾ എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യമായി രമ്യ കൃഷ്ണൻ അഭിനയിക്കുന്നത്. പക്ഷേ റിലീസ് വൈകിയ ചിത്രം 1986 പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും രമ്യ മറ്റു ചില തമിഴ്, തെലുഗു, കന്നഡ സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. 1985 റിലീസായ വെള്ളൈ മനസ്സാണ് ആദ്യമായി റിലീസായ ചിത്രം. ഇതിനുശേഷം രജനീകാന്ത് ചിത്രമായ പഠിക്കാതവൻ, കമൽഹാസൻ ചിത്രമായ പേർ സൊല്ലും പിള്ളൈ തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ നടി അഭിനയിച്ചു. വളരെ ചെറിയ വേഷങ്ങൾ ലഭിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് രമ്യ സെക്കൻഡ് ഹീറോയിനായുമൊക്കെ പതുക്കെ തിളങ്ങിയത്. കരിയറിന്റെ തുടക്കത്തിൽ നായികയായി രമ്യ എത്തിയപ്പോഴേക്കും തമിഴ്, തെലുഗു സിനിമകളിൽ അഭിനയിക്കുന്നതല്ലാതെ വലിയ ഹിറ്റുകളൊന്നും നടിക്ക് ലഭിച്ചില്ല. പല ചിത്രങ്ങളിലും പരാജയങ്ങളായി. ഇങ്ങനെ വന്നതോടെ രമ്യയെ നായികയായി കാസ്റ്റ് ചെയ്ത പല സംവിധായകരും അവരെ സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ തുടങ്ങി. മറ്റു നായികമാരെ വെച്ച് സിനിമ ചെയ്യാൻ തുടങ്ങി. വിജയം നേടിത്തരുന്ന നായികമാരെ മാത്രമേ അവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രമ്യയ്ക്ക് പല സിനിമകളും കയ്യിൽ നിന്നും നഷ്ടമായി. തുടർന്ന് തെലുഗു സിനിമകളിൽ ഓഫറുകൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ രമ്യയെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചത് കെ രാഘവേന്ദ്ര റാവുവാണ്. രമ്യയുടെ അഭിനയം ശ്രദ്ധയിൽപ്പെട്ട് അല്ലുഡു ഗാരു എന്ന ചിത്രത്തിനു വേണ്ടി 1990 രാഘവേന്ദ്ര റാവു രമ്യ കൃഷ്ണനെ വിളിച്ച് സെക്കൻഡ് ഹീറോയിനായിട്ടാണ് രമ്യ കൃഷ്ണനെ സിനിമയിലേക്ക് വിളിച്ചത്. നടൻ മോഹൻ ബാബുവിനൊപ്പമായിരുന്നു രമ്യ അഭിനയിച്ചത്. ചിത്രത്തിലെ രമ്യയുടെ അഭിനയം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതിനു പിന്നാലെ രാഘവേന്ദ്ര റാവു രമ്യ കൃഷ്ണനെ വെച്ച് തുടർച്ചയായി സിനിമകൾ ചെയ്തു. രമ്യയെ നായികയാക്കി ചെയ്ത ചിത്രം അല്ലാരി മൊഗുഡു വൻ ഹിറ്റായി. ചിത്രത്തിൻ്റെ 100 ദിവസ ആഘോഷത്തിൽ രമ്യ കൃഷ്ണൻ വളരെ വൈകാരികമായി നടത്തിയ വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിൽ തൊട്ടു. രാഘവേന്ദ്രയാണ് തനിക്ക് ഒരു വിജയം തന്നതെന്നും മറ്റുള്ളവർ തന്നെ നിർഭാഗ്യവതിയായിട്ടാണ് കണ്ടതെന്നും രമ്യ കൃഷ്ണൻ പറഞ്ഞു. മാത്രമല്ല, ഇന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞവരെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കുമെന്നും അന്ന് രാഘവേന്ദ്ര പറഞ്ഞിരുന്നു. അതുതന്നെ പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിക്കുകയായിരുന്നു എന്നും രാഘവേന്ദ്ര റാവു പറഞ്ഞു.